അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമൊക്കെ ആയില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ടും. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഒന്നുമില്ല കേട്ടോ, കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ മടിയാണ് കുഴപ്പമില്ല. വീഡിയോ അങ്ങനെ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്യില്ല, അപ്ലോഡ് ചെയ്യില്ല, അതൊക്കെ തന്നെ കേട്ടോ. ഓരോ ടൈമിൽ ഓരോ മൂഡ് പറഞ്ഞ മാതിരിയായിട്ട് തന്നെ എല്ലാം തുടങ്ങി വെക്കും. പകുതി ആകുമ്പോൾ എനിക്ക് ചടക്കൂട്ടും എന്നാൽ മാതിരി തന്നെ കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഉണ്ടായത് തുടക്കത്തിലൊക്കെ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ മടിയായി തുടങ്ങിയിട്ടാ. പിന്നെ എന്തായാലും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ മടി. അങ്ങനെ ചെമ്പ്രവട്ട റോഡ് കണ്ടപ്പോൾ ഒരു ഇതുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണ് ഇപ്പോൾ ഈ പോണതെന്നൊക്കെ കേട്ടോ. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയണേ, ഇപ്പോൾ പോണത് എന്താണ് കർമ്മ റോഡാണ് ഇത്. പക്ഷെ പോണത് കർമ്മ റോട്ടിലേക്കല്ല, പൊന്നാനിക്കാട്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പൊന്നാനി ഇതേമാതിരി കുറേ ആയിട്ടാണ് പോണം നേരത്തിന്. പക്ഷെ ഇതുവരെയായിട്ടാണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കർമ്മ റോഡ് ഏറ്റവും വരും, പിന്നെ അങ്ങനെ തിരിച്ചങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഇന്ന് രണ്ടും കൽപ്പിച്ച് നിയത്ത് വെച്ചിട്ട് വന്നിക്കണത് പൊന്നാനിക്കാട്ടോ. പൊന്നാനി ബീച്ചൊക്കെ ഒന്നല്ല, മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാട്ടോ ഇപ്പോൾ ഈ പോരൽ. അപ്പോൾ പോരുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് വെച്ചൊന്നും തിരക്കുണ്ടെന്ന് തൊട്ട് ഇല്ലേനു, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാലേ, ഞങ്ങൾ പെരയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഇറങ്ങിയിരിക്കണം വൈകുന്നേരം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അതാ സൂര്യമൊക്കെ ഒരുവിധമൊക്കെ അറിയിക്കണം. പിന്നെ മഴക്കാറും ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂടിക്കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാട്ടോ ഒന്നും കൂടി ഇങ്ങനെ ഇറിട്ടായി തോന്നുന്നത്. അങ്ങനെ പോരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. ഇങ്ങനെ എന്താ പറയുക, നല്ല രസമാണ് ഇവിടെ എത്തുമ്പോൾ. ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടോ. പിന്നെ ഞങ്ങളിവിടെ കാറ്റും കൊണ്ട് ഇരിക്കാൻ വന്നതല്ലല്ലോ, നമ്മൾ മീൻ വാങ്ങാൻ പോവല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ ലക്ഷ്യം എന്താണ്, മീൻ. ഇവിടെ എവിടെയെങ്കിലും നിന്നോ എന്നാൽ പിന്നെ എല്ലാ പ്ലാനിങ്ങും മാറും കേട്ടോ. ഞങ്ങൾ എവിടേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെരയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ടും എത്തിപ്പെടൽ വേറെ എവിടേക്കേലേക്കാരം. മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇതുണ്ടാവും കേട്ടോ. അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ടാവും. എവിടെ എനിക്ക് മടിയേക്കാരം കേട്ടോ. പിന്നെ ഞാൻ പറയുമ്പോൾ ഉണ്ണിയലിങ്ങൊക്കെ പറയും. ഇന്നയാണേലും ഉണ്ണിയലിങ് എത്ര കൊണ്ടേ കാണിച്ചെന്നാലും എനിക്ക് ബോധ്യമിടില്ല. അങ്ങനെ പറഞ്ഞ് എന്തായാലും മീൻ വാങ്ങാൻ പോകേണ്ടടുത്ത് എത്തിയിട്ട് നമ്മളപ്പോൾ അവിടെ എത്തിയപ്പോൾ ആദ്യം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലെത്തിയിട്ട്, അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ഥലം എവിടെയാണ് എന്നൊക്കെ. അപ്പം എന്താ പറയുക, വെറുതെ ഇങ്ങനെ മീൻ നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ വേങ്ങും ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണും ചെയ്യല എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വന്നിക്കണത് കേട്ടോ. പിന്നെ മീൻ വേങ്ങൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ വേങ്ങും. പറ്റിയ മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വേങ്ങാച്ചിട്ടാണ് പോന്നിക്കണത്. അപ്പം എന്താ പെരയിൽ ഇറച്ചി ഉണ്ടായിരുന്നു, ബീഫുണ്ട് കൊടുന്ന് വെച്ചത് തന്നെ. ഇവിടെ അടുത്തൊക്കെ മുടി കളിച്ചിലൊക്കെ ഉണ്ടായിട്ട് മുടി കളിച്ചിലിൻ്റെ ഇറച്ചി കിട്ടി തന്നെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ മീനുകൾ ഉണ്ടെങ്കിൽ വേങ്ങാന്നൊക്കെ കരുതി. പക്ഷെ അങ്ങനത്തെ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെന്നപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടോളി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അതേമാതിരി കാണാനും വേങ്ങാനും ഒക്കെ ആൾക്കാർ വന്നിക്കണം കേട്ടോ. അപ്പോൾ അത് കാര്യം എന്താ വെച്ചാലും പലതരം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തൊക്കെയോ പിന്നെ വേറെ എന്തൊക്കെയോ തരം മീനുകളൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീനുകളെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് മീനുകളൊക്കെ കൊടുന്ന് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ, വരിക്ക് വെച്ചിരിക്കണം. നമ്മൾ ഓരോ മീൻകൊട്ടൻ്റെ അവിടെ എത്തുമ്പോൾ വേങ്ങിക്കോളി ആ മീനുണ്ട് ഈ മീനുണ്ട് എന്നൊക്കെ പറയും. നമുക്ക് തിരപ്പം ഈ മീനുകളൊന്നും വേണ്ട കേട്ടോ. എനിക്ക് പോതി ചെമ്മീനൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. പക്ഷെ പാങ്ങിലൊന്നും അങ്ങനെ ഇങ്ങനെ ചെമ്മീൻ കിട്ടൂല കേട്ടോ. ഇവിടെ തിരൂർ അടക്കുന്ന നിലക്കൊക്കെ നമ്മൾ മത്തിച്ചാകരൻ്റെ മാതിരിയായിട്ട് ചെമ്മീൻ ഉണ്ടാവുക. അങ്ങനെ എന്തായാലും ഇപ്പോൾ പോയപ്പോഴാണല്ലോ ചെമ്മീനും ഇല്ല കേട്ടോ. അപ്പം അതിൽ വലിയ വലിയ മീനുകളൊക്കെ കാണാൻ പോകുമ്പോൾ എല്ലാവരും എടുത്തോളിന്ന്. അവിടെ നമുക്ക് ആ മീനൊന്നും വേണ്ടല്ലോ. പിന്നെ മീനുകളൊക്കെ അവിടെ എല്ലാം അരി വിതറിയ മാതിരി വിതറിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒന്നും പൂച്ചാളിയും കാണാനില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമ്മളവിടെയൊക്കെ ഒരു പാത്രത്തിൽ മീൻ വെച്ച് നമ്മളൊന്ന് തിരിയാൻ നിൽക്കേക്കാരം. പൂച്ചാൾ നമ്മൾ വൈത്താലം വന്നിട്ട് പാത്രം കാലിലേക്ക് പോകണം കാണുന്നു. ഇവിടെയൊക്കെ കണ്ട് എന്തുമാതിരി. പിന്നെ കാക്കച്ചികളുണ്ട്, പൂച്ചാൾക്ക് പകരം കാക്കച്ചികളുണ്ട്. പിന്നെ അപ്പുറത്തെ തോണിയിൽ മീൻ പിടിച്ച് വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കൊട്ടയ്ക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തോ രസമുണ്ടല്ലേ ഒരു ഇതാക്കണത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം നമ്മൾ ഈ മണ്ണൊക്കെ വാരി ഇങ്ങനെ എറിയല്ല, എന്നാൽ മാതിരി വലിയ മീൻ ഇങ്ങനെ വാരി ആ കൊട്ടയ്ക്ക് ഇങ്ങനെ നിറക്കട്ടെ. അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നിട്ട് ഞാനും ഇങ്ങനെ ഒരു സൈഡിൽ അതുപോലെ തോണിയൊക്കെ കേകി വൃത്തിയാക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ അതുപോലെ മീനൊക്കെ നന്നാക്കണം കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ ചടപ്പ് തോന്നി. എന്താ വെച്ചാൽ ആ ചങ്ങായി കാലയിക്കണ കണ്ടപ്പോൾ എന്തോ ഒരു ചടപ്പ് തോന്നിയിട്ടാ. പിന്നെ നമ്മളങ്ങോട്ടൊക്കെ എത്തും പൈസ ഒക്കെ ഇട്ട് വൃത്തിയായി വരും. എന്തായാലും നമ്മൾ കണ്ടീന് നമ്മൾ പറയണല്ല. അങ്ങനെ ഇതൊന്നും മീൻ വാങ്ങുമ്പോൾ നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട്, എന്നിട്ട് പിന്നെ അത് മീനുകളൊക്കെ വരിക്ക് കൊട്ടയിൽ പല തരാക്കി വെച്ചിങ്ങനെ കണ്ട എന്ത് രസമുണ്ടല്ലേ. ഇങ്ങനെ കാണാൻ തന്നെ പ്രത്യേക രസമാട്ടോ. പക്ഷെ അവിടെ എടുത്തൊന്നും നിൽക്കൂല കേട്ടോ, അത്രയ്ക്ക് നാറ്റിന്നിട്ടാ. കാരണം എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കേട്ടോ ആ മണം ഇങ്ങനെ കിട്ടുമ്പോൾ. അങ്ങനെ എന്താ പറയുക, ചീന മീനോട്ടല്ലേ അങ്ങനെ ഒരു മീൻ ചീന ഉണ്ടല്ലോ ഒരുമാതിരി മണം, എന്നാൽ മാതിരിയുള്ള മണമൊക്കെ ആയിട്ട് തോന്നിയിട്ട. കാരണം അത്രക്കും ഉണ്ടല്ലോ അവിടെ. പിന്നെ മീനിൻ്റെ അടുത്ത് പോയാൽ പിന്നെ ബിരിയാണീൻ്റെ മണം ഉണ്ടാവില്ലല്ലോ അല്ലേ. ഞാൻ അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് നേരം അങ്ങ് നോക്കിയാൽ അപ്പം അത്രയും മീനുകളുടെ ഇടയിൽ കുറച്ച് അതാട്ടാ
കുറച്ചൊരു കൂന്തളുണ്ട് കേട്ടോ അവിടെ. പക്ഷെ കൂന്തളൊന്നും നമ്മൾ വേങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അറ്റങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വേണോ വേണോ വേണോ. ലാലു പറഞ്ഞു മീനൊന്നും വേണ്ട കേട്ടോ, കാരണം പെരയിൽ ബീഫുണ്ട്. ലാലുവിന് കേട്ടോ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ മീനുകളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അത് അപ്പുറം ഇപ്പുറം അതേമാതിരി വരിവരിക്ക് നിന്നിട്ട് ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അറ്റങ്ങൾ ഇങ്ങനെ മീൻ പിടിച്ചപ്പോൾ നല്ല രസമായിട്ട് കാണാൻ. അപ്പം ഞാൻ ലാലുവിനോട് അറിയുന്നിട്ട് ആ മത്സരമാണ് ആർക്ക് ആദ്യം കിട്ടാൻ നോക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു, ഓൾക്ക് മീനൊന്നും കിട്ടണതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ തലക്കൊക്കെ പോയി വെക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ വരിവരിക്ക് നിന്നിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ലാലു പറഞ്ഞു നമുക്ക് അവിടെ പോയി നോക്കാൻ കേട്ടോ. അപ്പോൾ അത് മത്സരിച്ചിട്ട് ഫാമിലി ആയിട്ടും ചെക്കന്മാരായിട്ടും ഒക്കെ ഇങ്ങനെ വന്ന് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പം ഞാൻ ലാലുവിനോട് പറഞ്ഞു ഈ കാക്ക മീൻ പിടിച്ചോണ്ടൊക്കെ നല്ല രസം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പുറം ഇപ്പുറമൊക്കെ മീനാൾ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും മീനെ കിട്ടുന്നില്ല. ഈ കാക്കാക്ക് ചൂണ്ടലിടുമ്പോൾ മീനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ നോക്കി നിന്നിട്ടാ. അപ്പോൾ ഇങ്ങനെ മീൻ പിടിച്ചനെ കാണാൻ തന്നെ രസമല്ല. ആദ്യമൊക്കെ അങ്ങനെ കരുതി അതൊക്കെ പിരാന്താണ് ഈ വെയിലും കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ, മീൻ കിട്ടിയില്ല അങ്ങ് വെറുതെ ആവില്ല എന്നൊക്കെ കരുതി നിട്ടാ. എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ലാലുവും ഇങ്ങനെ മീൻ പിടിച്ചെന്ന് നോക്കി നിൽക്കുന്നിട്ട്. അപ്പോൾ ലാലുവിനെ തോണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാലുവിൻ്റെ ഞാൻ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ആൾക്ക് കാര്യം മനസ്സിലാക്കണം വീഡിയോ ആണെന്ന്. അപ്പോൾ സൂപ്പർ എന്നൊക്കെ കേട്ടാ പറയണത്. അങ്ങനെ അവിടെ അങ്ങനെ നോക്കിയിരിക്കുന്നിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ മീൻ പിടിച്ചനെ കാണാൻ. എനിക്കാണെങ്കിൽ ഈ കാക്ക മീൻ പിടിച്ചനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇടണം കാണാം എടുക്കണം കാണാം. പക്ഷെ അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ട്, ഓൽക്കൊന്നും മീനെ കിട്ടണില്ല. ഓല് പണ്ട് ഞങ്ങൾ മീൻ പിടിച്ചാൻ പോയ മാതിരി കേട്ടോ ഓലി അവസ്ഥ. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇതേമാതിരി ലാലു ഗൾഫിലായിരുന്നു. അപ്പോൾ ഇപ്പം പറഞ്ഞു നമുക്ക് മീൻ പിടിച്ചാൻ പോകാറ്. അങ്ങനെ ഞങ്ങൾ പാങ്ങുന്ന് ചെമ്മീനൊക്കെ വേങ്ങി പോന്നിട്ട്, പാങ്ങുന്നല്ല കുറച്ചും കൊണ്ട് എത്തിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഇവിടുന്നോ ആണ് ചെമ്മീനൊക്കെ വേങ്ങി. ചെമ്മീൻ ഇട്ട മീനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് ചെമ്മീനൊക്കെ വേങ്ങി വന്ന് ഉച്ച ടൈമിലാട്ടോ. അന്ന് ഇവിടെ അല്ല കേട്ടോ, ഞങ്ങൾ ഇരുന്നതിന് കുറച്ച് അപ്പുറം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടൊരു ഇതുണ്ട് കേട്ടോ. അവിടെ പോയി ഇരുന്നിട്ട് മീൻ പിടിച്ചിരുന്നു. അങ്ങനെ ഇപ്പം ചൂണ്ടൽമ അതേമാതിരി ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഉച്ചക്ക് വന്നിക്കണ്. നട്ടുച്ച ടൈമിൽ വന്നും ചെയ്ത് എന്നിട്ട് കേട്ടോ മീനും കിട്ടിയില്ല. വൈകുന്നേരമായിട്ട് ഞങ്ങൾക്കൊരു മീനും കിട്ടില്ല. ഇപ്പം ചൂണ്ടലിടണ്ട് നോക്കിന്ന് ഞങ്ങൾക്ക് ബോറടിച്ചൽ തുടങ്ങിയിട്ടാ. കാരണം നമുക്കങ്ങനെ ശീലമില്ലല്ലോ. ഇതാണ് ഒരു പെരുംജാതി വെയിൽ, ഇരിക്കാനും പോലെ ഒരു തണലില്ലാത്ത ഭാവം. അങ്ങനെ നിന്ന് ലാസ്റ്റ് മീനെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചാൽ വൈകുന്നേരമായിട്ട് മീനെ കിട്ടണില്ല കണ്ടിട്ട് പിന്നെ പെരേക്ക് കയ്യും വീശി പറഞ്ഞത്. ലാസ്റ്റ് അവിടുന്ന് മീൻ വാങ്ങി പോരേണ്ട അവസ്ഥ ചെയ്തിട്ടാ. അതാ എനിക്കിങ്ങനെ ഏറ്റങ്ങൾ അപ്പുറം ഇപ്പുറം എന്നൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചണ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ കാക്ക മീൻ പിടിച്ചണ കാണാൻ നല്ല രസം. എന്താ സംഭവിച്ചാൽ ഇങ്ങനെ സോറി ഇതില്ല ചൂണ്ടലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ കൊക്കമ്മ ഇങ്ങനെ ചെമ്മീൻ ഇട്ടെടുത്തിട്ടാണ് ഇട്ടെടുക്കട്ടോ വെള്ളത്തേക്ക്. എന്നിട്ട് ഈ കയറിൻ്റെ നടുക്കൊക്കെ ഉണ്ട് ഒരു മഞ്ഞ സംഭവം കണ്ട ഒരു കോല്. ആ കോല് വെള്ളത്തേക്ക് താവുമ്പോഴാട്ടോ മീൻ അതിന്മേൽ കയറി എന്നുള്ളത് മനസ്സിലാവും. അതായത് നമുക്ക് ചെറുതായിട്ടൊരു കനം തോന്നും. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവർക്ക് ആ സൈഡത്തെ ആ ഫാമിലിക്ക് മീൻ കിട്ടിയിട്ട് ഒരു കുറേ ടൈം നിന്നിട്ട് അറ്റങ്ങൾക്ക് ഒരു മീനെ കിട്ടിയിട്ട് അതാട്ടോ പോലെ മൊത്തമുള്ള ആ പൊലിവ്. അത് കണ്ടപ്പോൾ നമുക്കും സന്തോഷമായിട്ട്. കാരണം അറ്റങ്ങളും ഞങ്ങളെ മാതിരി ഇങ്ങനെ കുറേ നേരമായിക്കണ് നോക്കിക്കണ് ഈ കാക്ക മീൻ പിടിച്ചതിനായിട്ട് ഓനും നോക്കിയിരിക്കുന്നത്. കാരണം ഓനും കുറേ നേരം കിട്ടാൻ തുടങ്ങിയിട്ട് ഓൾക്കൊന്നും കിട്ടാത്ത കാരണം ലാസ്റ്റ് ഓൾക്ക് കിട്ടി. അപ്പോൾ ഓൾക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായിട്ടാണ്. ആന കാക്ക പിടിച്ച മീനുകളാട്ടത് പെട്ടക്കണ ജീവിയുള്ള മീനുകളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ വരിവരിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. ഓൾക്കൊന്നും ഒന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കേട്ടോ. പക്ഷെ എനിക്ക് ഈ കാക്ക മീൻ ഇങ്ങനെ പിടിച്ചത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ അത് അവൾക്ക് രണ്ടാമത്തെ മീനെയും കിട്ടിയിട്ട് അപ്പുറം ഉള്ളവർക്ക് ഇത്തിരി കൂടി വലുപ്പമുള്ള മീനായിട്ടാണ് കിട്ടിയത്. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ ആ കാക്കയോട് ചോദിച്ചപ്പോൾ പിടിച്ച മീനൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചിട്ടാ. അങ്ങനെ കവർക്ക് മീനിടുന്ന കണ്ടപ്പോൾ ഏതൊക്കെ മീനാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനിട്ടാ. ആ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം നോക്കി അപ്പോൾ ഞാൻ ചോദിച്ചു ഇക്കൊന്ന് ചൂണ്ടലിടാൻ തരുമോ ചോദിച്ചിട്ടാ. ഞാൻ അപ്പോൾ ലാലുവിനോട് ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ചു. അപ്പോൾ ലാലു അറിയിച്ച് ചോദിച്ചത്. പിന്നെ എൻ്റെതല്ലേ പോതി. പിന്നെ അങ്ങനെ ചോദിച്ചിട്ടാ ഞാനൊന്ന് ഇടട്ടെ ചോദിച്ചിട്ടാ. ഇല്ല ആ ചോദിച്ച പാടന്നെ പാവ കാക്ക തന്നിട്ട് നല്ല സ്വഭാവമുള്ളൊരു കാക്കട്ടാ. എനിക്ക് ഭയങ്കര പൂതി നിന്നിട്ടല്ലോ അവരും ഇങ്ങനെ ഇടണോണ്ടപ്പോൾ എനിക്കും ഇടാൻ. ഞാൻ എനിക്ക് ചെമ്മീനൊക്കെ കൊളത്തിയിട്ട് തന്നിട്ട് ചൂണ്ടലിടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ മഞ്ഞ സംഭവം അതിങ്ങോട്ട് താവണോട് കൂടി നമ്മൾ വലിച്ചത് കേട്ടാ. ഞാനത് താവുമ്പോൾ എനിക്ക് ഇങ്ങനെ കനം മാതിരി തോന്നില്ല. അത് വലിയ മീനാ ചെറിയ മീനാ നമുക്കറിയില്ലല്ലോ, നമുക്കൊരു കനം മാതിരി തോന്നും. അപ്പം ഞാൻ അത് വെല്ല വലിച്ചുമ്പോൾ മീൻ ചെമ്മീൻ തന്നും കണ്ട് മീൻ്റെ പാട്ടിന് പോകട്ടാ. അപ്പോൾ ഒറ്റങ്ങൾ പറയുന്നു കേട്ടോ സ്ട്രോങ്ങിൽ വേഗം വലിച്ചതെന്നൊക്കെ. ഞാനാണ് ഒന്നെങ്കിൽ സ്ട്രോങ്ങിൽ വലിച്ചുമ്പോൾ മീൻ കൊയിനാടി പോവുകയും ചെയ്യും. അതായത് ഇങ്ങനെ കിട്ടും അതേമാതിരി വെള്ളത്തിൽ കൊണ്ട് ചാടും. അല്ലെങ്കിൽ അതേമാതിരി മീൻ എൻ്റെ തീറ്റ തിന്ന് പോകും. അങ്ങനെ ലാസ്റ്റ് പിന്നെ എന്തായാലും രണ്ടാമത്തേൽ എനിക്ക് കിട്ടിയിട്ടാ. അപ്പം പിന്നെ പടിഞ്ഞല്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇട്ട ടൈമിൽ തന്നെ കിട്ടിയപ്പോൾ പടിഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത്തെ ഇട്ടിട്ടാ അത് ഇതേമാതിരി തന്നെ
ഇങ്ങനെ കുളത്തുമ്മേ അതായത് ചൂണ്ടമ്മേ ഇങ്ങനെ കുടുങ്ങിയോണ്ട് പിന്നെയും കൊയിലാടി പോയി. ഞാൻ വലിച്ചോട് കൂടിയാണ് കൊയിലാടിയിട്ടാ. പക്ഷെ സംഭവം എന്താ ഉണ്ടായിച്ചാൽ ചൂണ്ടൽ നേരെ അപ്പുറത്ത് കൂടെ പോയിട്ട് എൻ്റെ മുണ്ടുമ്മ പോയിട്ട് കുടുങ്ങിയിരിക്കുന്നത്. അതായത് എൻ്റെ ബാക്കിൽ പോയി കുടുങ്ങിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പൊന്തിച്ചോട് കൂടി അങ്ങനെ അപ്പുറത്തുള്ള ചേച്ചിയൊക്കെ കൂടി എൻ്റെ മുണ്ടുമ്മ എന്നൊക്കെ വലിച്ചെടുത്ത് ഇട്ടെന്നിട്ടാ. ഞാൻ ചെമ്മീനിട്ടിട്ട് പിന്നെ ഞാൻ ചൂണ്ടൽ പിടിച്ചാട്ടാ. അപ്പം ഞാൻ പറയുന്നു മീനല്ല പിടിച്ചത്, ഇപ്പം ഞാൻ എന്നെ തന്നെ പിടിച്ചാറട്ടെ. കാരണം ഇങ്ങനെ പൊന്തിച്ചതോട് കൂടി ചൂണ്ടൽ നേരെ തിരിഞ്ഞുകൊണ്ട് എൻ്റെ പിന്നപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ മുണ്ടുമ്മ പോയി കുളത്തിയേക്കാണ് ചെയ്തതേ. അങ്ങനെ പിന്നെ ചൂണ്ടലൊക്കെ വേർതിരിച്ചിട്ട് എന്നിട്ട് പിന്നെ എനിക്ക് ചെമ്മീൻ ഞാൻ പിന്നെയും പിടിച്ചാൻ വേണ്ടി നിന്നേട്ടോ. പിന്നെ ഞാൻ ബാഗൊന്നും ഊരി വെച്ചിട്ടില്ല. എന്താ സംഭവിച്ചാൽ ആ കാക്കാട് ചോദിച്ച സ്പോട്ടിൽ തന്നെ കാക്ക ഇങ്ങനെ ചൂണ്ടൽ തന്ന്. പിന്നെ ബാഗൊന്നും ഊരിയൊക്കെയുള്ള നേരം കിട്ടിയില്ല. വേഗം ചൂണ്ടൽ കൈക്ക് കിട്ടിയപ്പോൾ എൻ്റെ തല മുഴുവൻ തീറ്റേക്കുന്നുണ്ട്. കാരണം ബാഗൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ പിടിച്ചാൻ പോണത്. പിന്നെ ബാഗ് ഊരിയൊക്കെയുള്ള ടൈമൊന്നും ഇല്ല. കിട്ടിയ പുലയിൽ വേഗം മീൻ പിടിച്ചാൽ തോന്നുന്നതാണ്. അപ്പോൾ എന്തായാലും ഇട്ടപ്പോഴൊക്കെ മീനൊക്കെ കിട്ടിയിട്ടാ. പിന്നെ അതന്നെ മീൻ കുടുങ്ങും, പക്ഷെ ഞാൻ വലിച്ചുമ്പോൾ മീൻ തീറ്റ തിന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ വലിച്ചതിനോട് കൂടി മീൻ കൊയിലാടും അങ്ങനെ കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, കുറച്ചൊക്കെ പാളിച്ച ഉണ്ടാവും. എന്നാലും ഇട്ടിയിലൊക്കെ മീനൊക്കെ കിട്ടിയെന്നിട്ട് 5-6 മീനൊക്കെ എനിക്ക് കിട്ടിയിട്ടാ. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ചൂണ്ടൽ കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം നല്ല രസം, ഇട്ട് കണ്ടപ്പോൾ നല്ല രസമായിട്ടാ. അപ്പോൾ ഞാൻ ആ കാക്കാട് ഇങ്ങനെ പറയുന്നിട്ട് ഉപ്പാനപ്പം മീൻ പിടിച്ചാൽ വന്ന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നിട്ടാ. ഇതപ്പം കണ്ടില്ല നിങ്ങൾ, മീൻ കുടുങ്ങി അതേമാതിരി ആയിക്കാണ് കൊയിലാടും. കാരണം അതിൻ്റെ വെളിച്ചെണ്ണ ഒരു പവർ കൊണ്ടാണ് മീൻ കൊയിലാടുന്നത്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ എന്നെ കളിയാക്കട്ടാ. എന്തായാലും മീനെ പിടിച്ചാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്നവർ മീൻ പിടിച്ചിട്ടുണ്ട്, ഓൾക്കൊന്നും കിട്ടണില്ല. നോക്കി നിന്ന് പെട്ടെന്ന് എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചോദിച്ചത്, അതൊട്ട് തന്നും ചെയ്ത് തന്നീലാട്ടോ മീനും കിട്ടി. അപ്പോൾ ഓരിങ്ങനെ പറയട്ടാ ഓളെന്തായാലും മീൻ പിടിച്ചാൻ പഠിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടാ. ഞാൻ വിളിച്ചുമ്പോഴേക്കും മീനിൻ്റെ പാട്ടിന് പോകും അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ 2 കൈയൊക്കെ പിടിച്ച് വിളിച്ചിട്ട് എന്താ സംഭവിച്ചാലും ഇങ്ങനെ ഈ മീൻ കുടുങ്ങുമ്പോൾ ഒരു കനം മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ നമ്മൾ കൈ തട്ടിയിട്ട് അഥവാ വെള്ളത്തിൽ കയറ്റി ചൂണ്ടയിൽ പോയാൽ അത് പണിയല്ലേ. ആരാലും മുതലല്ലേ വെള്ളത്തിലൊന്നും അല്ല, കൈക്ക് ഉള്ള സാധനം വെറുതെ കളയണ്ടല്ല വെച്ചിട്ട് 2 കൈയൊക്കെ പിടിച്ചിട്ടാണ് ഇതാക്കിയിട്ട് കരഞ്ഞപ്പോൾ വലിയ മീനായിട്ട് കുടുങ്ങിയാലാന്നൊക്കെ കരുതിയിട്ടിട്ടാ. എവിടെ കരുതൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകൾ തന്നെട്ടോ. പക്ഷെ കിട്ടുമ്പോൾ ഒരു മീനെ കിട്ടിയാൽ തന്നെ നമുക്ക് എന്തോ വലിയ പൊലിവാട്ടാ. എനിക്കാണെങ്കിൽ മീനെ കിട്ടുന്ന ആവശ്യത്തിൽ ഞാനിങ്ങനെ മുന്നിക്ക് ഇങ്ങനെ പായുക. അപ്പോൾ അവിടെ ബാക്കിലൊക്കെ ഉള്ള ചേച്ചിമാരോ കാക്കൊക്കെ ഇങ്ങനെ പറയുന്നിട്ടാ മുന്നിക്ക് പോലെ കാരണം നമ്മളേറ്റ വെള്ളത്തിൽ ചാടിയാൽ നല്ല കഥയായിക്കാരം. മീനെ പിടിച്ചാൽ വന്നിട്ട് വെള്ളത്തിൽ ചാടി എന്നുള്ള പേരായിക്കാരം. അങ്ങനെ എനിക്കാണെങ്കിൽ അതൊക്കെ കൂടി കണ്ടിട്ട് ഇങ്ങനെ മീനെ കിട്ടുന്ന പൊലിവില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് കിട്ടുകയല്ലേ. ഞാനാദ്യമായിട്ടാ മീനെ പിടിച്ചുമ്പോഴൊക്കെ കിട്ടണുണ്ട് മാഷാ അല്ലാ. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടാ. കാരണം നമുക്കിങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ കാര്യം നടക്കുമ്പോൾ എന്തോ ഒരു പൊലിവല്ലേ. കാരണം എനിക്കിങ്ങനെ ആദ്യമൊക്കെ ചോദിച്ചാൽ മടി ഉണ്ടായിന്. പിന്നെ എന്താണെന്നാവട്ടെ കുറേ നേരം നോക്കി നിന്നപ്പോൾ എനിക്കൊരു വല്ലാത്ത പുതിയൊരു മീനെങ്കിലും ഇനിയിപ്പോൾ മീനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചൂണ്ടലൊന്ന് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പാവ കാക്ക ചോദിച്ചോട് കൂടി തന്നും ചെയ്തിട്ടാ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പിടിച്ച് നിന്നപ്പോൾ ലാലുവിനും ബോധിട്ടാ. അപ്പോൾ ലാലു പറഞ്ഞു ഞാനും പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചൂണ്ടൽ ലാലുവിന് എടുത്തിട്ടാ. പാവ ആ കാക്ക ഞങ്ങളെല്ലാവിധ കളിക്കും നിന്ന് തരുന്നുണ്ട് കേട്ടാ. അത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കൊളത്തി തരും. ആദ്യമേ എന്താ പറയുക എന്തേലും പറയാം ചൂണ്ടലിന്മേലല്ല കൊക്കമ്മേ ചെമ്മീനാക്കി തരും. ഞങ്ങൾ പിടിച്ചെടുക്കും. ആ കാക്ക എന്നിട്ട് അങ്ങനെ മീനൊക്കെ അതന്നെ വേർതിരിച്ച് തന്നിട്ട് ഞങ്ങൾ പിടിച്ചെടുക്കണ പരിപാടി എന്നിട്ടാ. അപ്പോൾ ഞാൻ ആ കാക്കയോട് പറയുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് എടുത്തോളി, ഞങ്ങൾ മീനെ പിടിച്ച് തരാറിഞ്ഞിട്ടേ ഞങ്ങളിങ്ങനെ ഇതാക്കി എന്നിട്ട് ഒരു പാവം സാധു കാക്കട്ടാ. എല്ലാത്തിനും സപ്പോർട്ട് ഇട്ടാ. അങ്ങനെ ലാലു ഇങ്ങനെ ഇടുമ്പോൾ ലാലുവിനും കിട്ടിയിട്ട് അതേമാതിരി മീനുകളെ. അങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഫാമിലി ആയിട്ട് മീനുകളെ പിടിച്ചിട്ടുണ്ടാ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും തോന്നില്ല. എനിക്കൊന്നും ആ ചൂണ്ടൽ കൊടുക്കാൻ തന്നെ പോതില്ല കേട്ടോ. കാരണം ഇങ്ങനെ മീനെ പിടിച്ചിങ്ങനെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ട് അപ്പോഴായിട്ട് എനിക്ക് കാര്യം മനസ്സിലായത്. അത്രയും നേരമുള്ള എൻ്റെ തെറ്റിദ്ധാരണ. കാരണം അന്നൊക്കെ ഞാൻ കരുതിയെന്ന് ഇത്രയും ഇടങ്ങാറായി നിൽക്കണ നേരം മീൻ വാങ്ങിപ്പോയാൽ പോരെ അങ്ങനെയൊക്കെ എന്നിട്ടാ തോന്നിയത്. എൻ്റെ ഒപ്പം മീൻ പിടിച്ചാൽ വന്നപ്പോൾ ഉപ്പാനെ ഞാനത് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. കാരണം വെയിലും കൊണ്ട് നിന്നിട്ട് ഒരു മത്തിക്കുട്ടീനെ പോലും കിട്ടിയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കിയെന്ന് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ പിടിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഹരട്ടാ. എന്തെന്ന് പറയുക നമ്മൾ എന്താ ലഹരിക്കടിമ എന്നൊക്കെ പറയുന്ന മാതിരി മീൻ പിടിച്ച് കണ്ടപ്പോൾ എന്തോ ഒരു പൊലിവ്. പിന്നെ ഇങ്ങനെ പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നട്ടാ. പിന്നെ ചൂണ്ടൽ നമ്മളതല്ലല്ല, നമ്മളവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. പാവം ഞങ്ങൾ ഈ പിടിച്ചിട്ട് നേരം കൊണ്ട് ആ 5-6 പിടിച്ചിട്ടാ. നമുക്ക് പിന്നെ അങ്ങനെ പിടിച്ച് ശീലമില്ലല്ലോ. എന്നാലും ഇടുന്ന സ്പോട്ടിൽ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നിന്നാലും മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കാക്ക ഇടണം കാണാം മീൻ എടുക്കണം കാണാം അങ്ങനെ കേട്ടാ. ഞാൻ പിന്നെ കുറച്ച് നേരം എന്തായാലും ഞങ്ങളെ പൂതിക്കും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് ആ കാക്ക ഞങ്ങൾക്ക് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടാ. അങ്ങനെ പറഞ്ഞു നിന്നിട്ട് അങ്ങനെ ഇടണ്ട് ഇങ്ങനെ ഇടണ്ട്. എനിക്ക് ഇതിൻ്റെ ഐഡിയ ഒന്നും ആദ്യം കിട്ടിയിരുന്നില്ല കേട്ടോ. അതായത് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് കുറേ നേരം ഞങ്ങൾ നോക്കിക്കും. എനിക്ക് ഒന്നാമത് പൂതി എന്താ വന്നു വെച്ചാൽ കാക്ക ഇടും മീനണ്ട് എടുക്കും അങ്ങനെ കേട്ടാ. അത് കണ്ടപ്പോൾ എൻ്റെ വിചാരം ഇതിട്ട ആ സ്പോട്ടിൽ മീനെ കിട്ടും കേട്ടാ. അങ്ങനെയാണ് ഞാനിങ്ങനെ എനിക്കും ഇടാൻ തരുമോ എന്നൊക്കെ ചോദിച്ചത് കേട്ടാ. ഞാൻ ഇട്ടപ്പോഴല്ല എനിക്ക് കാര്യം മനസ്സിലായത്. ആ മഞ്ഞ സാധനം ആ മഞ്ഞ കോലും ഇങ്ങനെ വെള്ളത്തേക്ക് താഴ്ന്നു പോകണം. അപ്പോഴാണ് മീൻ ഇതിമ്മ കുടുങ്ങുകയെന്ന്. അതായത് മീൻ കഴിയുമ്പോൾ കൊത്തുമ്പോഴാണ് ഈ മഞ്ഞ സാധനം വെള്ളത്തേക്ക് താവുകയെന്ന്.
അങ്ങനെ താവണ കാണുമ്പോൾ ലാലു പറയും എടുക്ക് എടുക്ക് എടുക്കുക അറിയട്ടെ. അപ്പോൾ ബാക്കിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അറ്റങ്ങളും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഒളിച്ചോട് പൊന്തിച്ചോട്. ഞാനും ഓര് പറയുന്ന ആവശ്യത്തിനാണ് പൊന്തിച്ചപ്പോഴേക്ക് മീൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ലാലു എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ? അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്, യൂട്യൂബിലിടാനുള്ള വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കാക്ക ലാലുവിനോട് ചോദിച്ചേട്ടെ എന്താ പേര് എന്നൊക്കെ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളോട് പേരും സ്ഥലവും കാര്യങ്ങളും വർത്താനൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാ. പിന്നെ ലാലുവിനോട് പേരെന്താ ചോദിച്ചത് എന്താ വെച്ചാൽ യൂട്യൂബ് ചാനലിൻ്റെ പേരാട്ടാ ചോദിച്ചിരുന്നത്. അപ്പോൾ ലാലു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയെന്നിട്ടാ. അപ്പോൾ കാക്ക ഫോൺ എടുത്ത് തന്നിട്ട് അതിൻ്റെ ഫോണിൽ അടിച്ചാട്ടി പറഞ്ഞിട്ട് അങ്ങനെ ആ ചാൻസിൽ ലാലു ഇതാ മോന് എന്നാ. ലാലു അതിൻ്റെ അടുത്ത് നിന്ന് ചൂണ്ടലായിട്ട് ലാലു മീൻ പിടിച്ചാൽ നിൽക്കട്ടെ. ഞാൻ പിന്നെ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയെന്നിട്ടാ. അങ്ങനെ ലാലു നല്ല കിട്ടലാട്ടെ. ലാലു അതിൻ്റെ ഇടയിൽ വല്ല കാര്യം നടത്താൻ നോക്കുകയാണ്. അപ്പോൾ ലാലുവിനാണ് എൻ്റെ ഈ മീൻ പിടിച്ചപ്പോൾ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. അപ്പോൾ ലാലു പറയുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത ഞായറാഴ്ച മീൻ പിടിച്ചാൻ വരാം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ പറയും ഇൻഷാ അല്ലാ. വല്ലാതെ നമ്മൾ ആഗ്രഹിച്ചാലും കുതിച്ചാലും പാടില്ല, കാരണം അതൊന്നും നടക്കൂലേ, പ്ലാനിങ് ഒന്നും നടക്കൂലല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങാൻ വന്നത്. അപ്പോൾ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചോദിച്ചപ്പോൾ കാക്ക അങ്ങനെ ചൂണ്ടലിടാൻ തന്ന്. അതൊരു ഭാഗ്യം തന്നെയല്ല. നമ്മൾ ചോദിച്ച സ്പോട്ടിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ സ്നേഹിച്ചും കൊണ്ട് ഒരാൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ. എനിക്ക് ഈ കാക്ക നല്ല ഇഷ്ടമായിട്ട്, നല്ലൊരു സ്വഭാവമുള്ള ഒരു പാവം കാക്കട്ടെ. അങ്ങനെ പിന്നെ അതിന് ഞാൻ ചാനലൊക്കെ അടിച്ചെടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തെടുത്തിട്ടാ. കാരണം ആ കാക്ക എൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയിരിക്കട്ടെ. അപ്പുറത്ത് ഇപ്പുറത്ത് ഇതാ ലാലു കാര്യമായിട്ട് മീനെ പിടിച്ചിട്ടുണ്ട്. ലാലുവിന് ചൂണ്ടലങ്ങോട്ട് കൊടുക്കാൻ തോന്നല്ല കേട്ടോ. ഞങ്ങൾ മാപ്പയും പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ മത്സരം കേട്ടോ ചൂണ്ടലായിട്ട്. ആരാൻ്റെ ചൂണ്ടലാണ് പക്ഷെ കെട ഞങ്ങൾക്കാട്ടാ. കാരണം രണ്ടാൾക്കും മീനെ കിട്ടിയപ്പോൾ ഭയങ്കര പൊലിവായിട്ടാ. നമ്മളങ്ങനെ ഇട്ടോടുകൂടി മീനെ കിട്ടുമ്പോൾ നല്ല രസമായിട്ടോ മീനെ പിടിച്ചിനെ കാണാൻ. എനിക്കാണെങ്കിൽ തീരെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. പിന്നെ നേരെ ഇഷ്ടമായി തുടങ്ങിയില്ലേ. പിന്നെ ലാലുവിനോട് പറഞ്ഞു ലാലു പോരണ കൂട്ടൊന്നുമില്ല, ലാലു അങ്ങനെ മീൻ പിടിച്ചേക്കാൻ. ഞാൻ പറഞ്ഞു പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് തൊയിരം അങ്ങെടുത്ത് അങ്ങനെ അറ്റങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോട് പോക്ക് പറഞ്ഞ് പോന്നിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ എന്തോ ഒരു സങ്കടമൊക്കെ. നല്ല സ്വഭാവമുള്ള കാക്കാരൊക്കെ എന്നിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ എവിടെ പോയാലും അരേക്കായിട്ട് കമ്പനി ആയിട്ടായിട്ട് പോരുള്ളൂ. അങ്ങനെ പണ്ട് ഊട്ടിയിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോയിട്ട് ഇതേമാതിരി ഒരു ചായക്കടക്കാക്ക ഉണ്ട് കേട്ടോ. അത് നമ്മളവിടെ നാട്ടിലുള്ള ആണ്. ഓലവിടെ പാലക്കാട് ഊട്ടിയിലിങ്ങനെ അതിൻ്റെ പെങ്ങളുടെ പെരയിലാട്ടാ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളവിടെ വഴി ചോദിച്ച് ചെന്നതാട്ടാ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണല്ലോ അതിൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പിന്നെ അതിനായിട്ടാണ് കമ്പനി ആയി. അപ്പോൾ 2 ദിവസം 3 ദിവസം നമ്മൾ അടുപ്പിച്ച് അവിടെ ഊട്ടിയിലുണ്ടായിരുന്നല്ല. ആ ദിവസങ്ങളിലൊക്കെ അതിനെ പോയി കണ്ട് അതിനായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞ് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. എവിടെ പോയാലും ഞങ്ങൾ അരയിലൊക്കെ ആയിട്ട് കമ്പനി ആവും കേട്ടോ. എന്നിട്ട് ഞാൻ ലാലുവിനോട് അറിയാം നമുക്ക് എവിടെ പോയാലും ആൾക്കാരുണ്ടാവില്ലേ എന്ന്. കാരണം നമ്മൾ വെറുതെ വർത്താനം ചോദിച്ചറിയും. കാരണം ഞാനൊക്കെ പ്രത്യേകിച്ച് നിങ്ങളെവിടെ സ്ഥലം ആരൊക്കെയുണ്ട് പെരയിൽ എന്നൊക്കെ ചോദിച്ചാൽ എന്തായാലും കമ്പനി ആയിട്ട് അങ്ങോട്ട് എന്താ പറയുക നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ ജീവിതത്തിലൊക്കെ കടന്നു വരും എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ സത്യമായിട്ട്. കാരണം നമ്മളറിയണേക്കാട്ടി നമ്മളെ സ്നേഹിച്ചത് എങ്ങനെ അറിയാം എന്താ പറയുക നമുക്കറിയില്ല. നമ്മളെ ചുറ്റിലും നമ്മളെ സ്നേഹിച്ചത് എന്താ പറയുക പറയാൻ കിട്ടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാൾക്കാരായിട്ട് പരിചയപ്പെടും. ആ ആൾക്കാരായിട്ട് ഇങ്ങനെ കമ്പനിയായി പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് പോരുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറല്ല. എന്നാൽ മാതിരിയായിട്ട് എനിക്കും തോന്നിയത് ആ കാക്കാരോട് പോക്കാറിന് പോരുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറുണ്ട്. കാരണം എൻ്റെ എല്ലാവിധ മലയാളം കളിക്ക് ആ കാക്ക കൂട്ട് നിന്നേ. കാരണം എനിക്കൊരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞത് തരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ പൊതിയോണ്ടൊന്ന് ചോദിച്ച സ്പോട്ടിൽ തന്നെ ആ കാക്ക എനിക്ക് ചൂണ്ടൽ തന്നും ചെയ്തിട്ടാ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ആ കാക്കാരെ. കാരണം എന്താ പറയുക നമ്മളെല്ലാവിധ കളിക്കും ചിലവർ അതിനൊന്നും കിട്ടൂലല്ലോ. ചിലർ ഭയങ്കര സ്ട്രോങ് അല്ലേ ഞാനിങ്ങനെയൊന്നും സാധനം തരൂലല്ലോ നമുക്ക്. ഈ കാക്ക എന്തായാലും പാവട്ടെ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചൂണ്ടയിൽ വേങ്ങി എങ്ങനെ എന്തായതെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാട്ടെ ഞങ്ങൾ ഇവിടുന്ന് പോന്നിക്കണത്. ഞങ്ങൾക്കും വേങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ അപ്പുറം അതേമാതിരി മീൻ പിടിച്ചണ ഭാഗത്തേക്ക്, അതായത് തോണിയിൽ ഇങ്ങനെ മീൻ പിടിച്ച് കൊണ്ടുവരുന്ന സ്ഥലം അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മളവിടെ ചായക്കടയിൽ ഇരിക്കണ മാതിരി വലിയപ്പാരൊക്കെ വരിക്കിരുന്ന് കാഴ്ച കണ്ടിട്ടാ. ഫാമിലി ആയിട്ടൊക്കെ അവിടെ വന്നിട്ട് ചിലർ മീൻ വേങ്ങുന്നുണ്ട്, ചിലരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എത്തുമ്പറ്റങ്ങളുണ്ട് കേട്ടോ പറയുന്നത് മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേങ്ങാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫ്രിഡ്ജിൽ ഇറച്ചിയൊക്കെ സ്ഥലമില്ല എന്നിട്ടാ പിന്നെ മീൻ ലാലു അതെട്ടാ പറഞ്ഞത് മീനൊന്നും ഇപ്പോൾ വേണ്ട, മീൻ പിന്നെ ഇറച്ചി ഉണ്ടല്ലോ പറഞ്ഞിട്ട്, അതായത് ബീഫാണേ. അപ്പം ലാലു മീൻ വേങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടാ. ഇതിനെക്കാട്ട് രസം കേട്ടോ മീൻ പിടിച്ചെന്ന് കാണാനായിട്ടാ. പിന്നെ എന്താ പറയുക മനല്ല മനസ്സോടെയാണ് പോന്നിക്കണത്. പിന്നെ ഇറിട്ടായി തുടങ്ങിയില്ലേ. പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വേങ്ങണ്ടായിന്ന്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടി. അപ്പോൾ ആ കിട്ടിയ ചാൻസ് നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ. ആ കിട്ടിയ ചാൻസ് എല്ലാം അങ്ങോട്ട് മുതലാക്കിയിട്ടാ. എന്നിട്ട് പിന്നെ അതവിടെ പലതരം മീനുകളുണ്ട്. മീനുകളെ പേരൊന്നും വെച്ചറിയില്ല കേട്ടോ. ഞാൻ വണ്ടി പോയിട്ട് ഇതേമാതിരി കറുത്ത പരന്ന മീനെ കണ്ടു. പിന്നെ അങ്ങനത്തെ എന്താ കരിമീനാണ് വെച്ചാൽ ലാലു കളിയൊക്കെയിട്ട് കരിമീനാണിട്ട്. സത്യം പറഞ്ഞ മീനാളെ ശരിക്കും ഫുള്ള് പേരാളൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന മത്തി, അയില, ചെമ്മീൻ, കൂന്തൽ, മാന്തൽ അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ മറ്റേ മീനുകളെ പേരൊന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ലാലുവിനെ കളിയാക്കി
കളിയാക്കി എന്നിട്ടാ അത് കരിമീനൊന്നല്ല പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു മീനിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ പരന്ന കറുത്ത മീൻ കണ്ടപ്പോൾ ഞാൻ ആ കണ്ട പുലിയിൽ വേഗം പറഞ്ഞതാണ്. അപ്പം ഞാൻ അവരോടൊപ്പമല്ല പറയും മനസ്സേറ്റങ്ങൾ കേൾക്കുമല്ലോ എന്താ കേട്ടത് എനിക്ക് മീനാളറിയില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അല്ലേ എൻ്റെ പറച്ചിൽ കേട്ടിട്ടേ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ അത് പറഞ്ഞ് കളിയാക്കി എന്നിട്ട് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടത്തിൽ ഒപ്പിച്ചില്ല അത് പിന്നെ നമുക്ക് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇന്നത്തെ കളിയാക്കണ വിഷയം അത് എന്നിട്ട് ആ കരിമീൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മീനൊന്നും വേങ്ങില്ല കേട്ടാ. അങ്ങനെ പിടിച്ച മീനൊക്കെ കാക്കാക്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടാ. പോരുമ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ല രണ്ടാൾക്കും കേട്ടോ. കാരണം ഇങ്ങനെ പോരാൻ തോന്നണില്ല അവിടുന്ന്. നമ്മളീ കുട്ടികളമ്മമാർ വിളിച്ചുകൊണ്ടുവന്ന മാതിരി ഇപ്പം എൻ്റെ അവസ്ഥ കേട്ടോ. ഞാൻ ലാലുവിനെ വിളിച്ചിടുന്നു കേട്ടോ. കാരണം നെക്സ്റ്റൊക്കെ വേണം സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് പെരേക്ക് എത്തുമ്പോൾ ഒരു നേരമാവില്ലേ അത് പറഞ്ഞിട്ട് അപ്പോൾ ലാലു ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ചൂണ്ടിൽ വാങ്ങണം അടുത്ത ആഴ്ച പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്ലാനിങ് കേട്ടോ. വണ്ടിയുമ്പോൾ നിന്നിട്ട് എനിക്ക് പിന്നെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം നമ്മൾ എന്ത് പൊലിവിച്ചോ അത് നേരെ തല തിരിഞ്ഞേ വരുള്ളൂ. പെട്ടെന്നുള്ള തീരുമാനങ്ങളല്ലേ നടക്കുള്ളൂ. ഞങ്ങളെ ജീവിതം തന്നെ അങ്ങനെ കേട്ടോ. അതായത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്തോ അതൊന്നും നടക്കുകയില്ല. പെട്ടെന്ന് എടുത്ത തീരുമാനം ഇപ്പോൾ പോപ്പം വരാം ആ ഒരു തീരുമാനമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആരോട് പറയുന്നിട്ടാ വല്ലാതെ പ്ലാൻ ചെയ്യുന്നു വേണ്ട അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ വരികയാണേ. പിന്നെ അത് പോരുന്ന വഴിക്കത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കക്ക പെറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് അപ്പോൾ ഞാൻ ലാലുവിനോട് പറയുന്നതിനോ കണ്ടോക്കിയൊന്നും കക്ക പെറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാ. ചെക്കന്മാർ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കക്ക പെറുക്കിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എനിക്കും നല്ല പൂതിയുണ്ട് കേട്ടോ കക്ക പെറുക്കാൻ പോവാൻ. ഇവിടെ അവിടെ ചില ഭാഗത്തൊക്കെ അതേമാതിരി നമുക്ക് ഇങ്ങനെ കക്ക പെറുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ കക്ക പെറുക്കാൻ പോകണം. ഒരു സ്ഥലം ഞങ്ങൾ കണ്ട് വെച്ചിരിക്കുന്നു. പക്ഷെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ. നമുക്ക് ചിലപ്പോൾ നമ്മൾ പോകാൻ റെഡി ആകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചുറ്റുപാടുണ്ടാവും. അങ്ങനെ പിന്നെ പോരുന്ന വഴിക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോരുമ്പോൾ നല്ല തിരക്കായിട്ടാണ്. കാരണം നമ്മൾ പോകുമ്പോൾ എല്ലാ തിരക്കില്ല. അപ്പോൾ അസറിൻ്റെ ഒക്കെ ആ ഒരു ടൈമല്ലേ. എന്നാലും ചില ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് കാരണം ഈ സൂര്യാസ്തമിച്ചിട്ടൊക്കെ കാണാനൊക്കെ ചിലർ ഇതേമാതിരിയൊക്കെ ഇങ്ങനെ പല നാട്ടിൽ നിന്ന് പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് പറയുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ ഇതേമാതിരി വന്നപ്പം ഞങ്ങൾ പാനിപൂരി തിന്നാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ കടയിലത്തെ കാക്ക പറയാം മലപ്പുറത്തു നിന്നൊക്കെ ഉണ്ട് ആൾക്കാർ വരും ഇവിടെ ഉള്ളൊരു കോട്ടക്കുന്നുമ്മക്കും പോകുന്നുണ്ട്. അത് എത്രയോ ശരിയാട്ടോ. കാരണം ഇവിടെ തിരൂർ ഭാഗത്തുള്ളതിന് നമ്മൾ കറക്റ്റായിട്ട് ഫുൾ അറിയില്ല. നമ്മളെ നാട്ടിലുള്ളതൊന്നും നമ്മൾ കാണില്ല. നമ്മളപ്പുറം നാട്ടിലൊക്കെ പോയിട്ടാവും കേട്ടോ കാഴ്ച കാണും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന മാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.